ഇന്നത്തെ മോർണിംഗിന് കുറച്ച് സ്പെഷ്യലുണ്ട്. വേറെ ഒന്നല്ല, ഇന്നാണ് ഉണ്ണിയേട്ടൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഉണ്ണിയേട്ടൻ ബാംഗ്ലൂർ, ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഉണ്ണിയേട്ടൻ തലേ ദിവസം തന്നെ ഞങ്ങളെ കാണാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ണിയേട്ടൻ ഏകദേശം വീട്ടിലെത്താൻ രാത്രി 12 മണി 1 മണി ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണത്തിൽ കടന്നുറങ്ങുവാണ്. പക്ഷേ മക്കൾ നേരെ മറിച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഉണ്ണിയേട്ടൻ എഴുന്നേക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അച്ഛൻ വന്ന സന്തോഷത്തിൽ ഇന്ന് അവർക്ക് 2 പേർക്കും നമ്മൾ അംഗനവാടിയിൽ ലീവ് സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം അവർ 2 പേർക്കും ഉണ്ട് കേട്ടോ. ഈ ഒരു ഗസ്റ്റൊക്കെ ഇന്നലെ ആട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം രാവിലെ ഉറങ്ങി എണീച്ച പാടും വിഹാനും ഇവരെ കാണാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവരെ കണ്ടു, അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മോർണിംഗ്. മക്കളും അച്ഛനും നല്ല ഹാപ്പിയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അച്ചാച്ചനും അമ്മൂമ്മയും ഞാനൊക്കെ ഔട്ടാണ്. വേറെ ഒന്നല്ല, ഉണ്ണി വന്നാൽ പിന്നെ അവർക്ക് ഞങ്ങളെ ഒന്നും മൈൻഡില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയെയും മക്കളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ കൗവായി ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ പോകുന്ന വഴിയിൽ പയ്യന്നൂർ ടൗണിൽ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ ബ്ലോക്കൊക്കെ മാറി ഞങ്ങൾ നമ്മളെ ലൊക്കേഷനിലെത്തി. അപ്പോൾ നമ്മളെ ബീച്ചിലേക്ക് ഇനി പോകണമെങ്കിൽ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പം 500 രൂപയായിരുന്നു നമുക്ക് ഈ ഒരു സ്പീഡ് ബോട്ടിന് ചാർജ് ഉണ്ടായത്. അതായത് നമ്മൾ തിരിച്ചു കൊണ്ടുവരലും ഈ ഒരു ബോട്ട് തന്നെയായിരുന്നു. അങ്ങനത്തെ ബീച്ചിലെത്തി മക്കളും ഉണ്ണിയൊക്കെ ആർമാദം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 കുഞ്ഞു മക്കളും കടലിൽ തന്നെ ഇരുന്നും കളിച്ചും കടന്നും അവരവരുടേതായ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഉണ്ണിയേട്ടനെ എല്ലാത്തിനും അവർക്ക് വിട്ടുകൊടുക്കുന്നതായതുകൊണ്ട് അവരും ഉണ്ണിയേട്ടനാട്ടോ കമ്പനി. അപ്പോൾ ഞാനും ഏച്ചിയും ഒരു സൈഡിലിരുന്ന് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ വാചാലം പറഞ്ഞും അന്താരാഷ്ട്ര നുണകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫാമിലിയുടെ കൂടിയിലെ ഓരോ നിമിഷവും ആനന്ദകരമാക്കണം എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ ഓരോ നിമിഷവും ഹാപ്പിയായി എൻ്റർടൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ മക്കൾ കുഞ്ഞുനാൾ മുതലേ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആട്ടോ ഈ കടലൊക്കെ. അപ്പോൾ കണ്ണൂരിൽ കടലിന് ക്ഷാമമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നാട്ടിൽ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കടൽ. അപ്പം അവർക്കും ഈ കടലിൽ വന്ന് കളിക്കാനും ഈ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ വേറൊരു വാസ്തവം കൂടിയുണ്ട്. വേറെ ഒന്നല്ല, മക്കൾ ചെറുതായതുകൊണ്ട് അവരെ സന്തോഷത്തിനാണ് ഞങ്ങളിപ്പോൾ കുറച്ചും കൂടി വാല്യൂസ് കൊടുക്കുന്നത്. അവർക്ക് ഇവിടെ വന്ന് പൂഴി കളിക്കാനും ഇല്ലെങ്കിൽ കടലിൽ വെള്ളത്തിൽ കളിക്കാനും ആ ഒരു രീതിയിൽ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ വരുന്നത്. അല്ലാതെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം ഇപ്പം നമ്മൾ അവരെ സന്തോഷത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അവിടെ സൈഡിലുണ്ടായി കൊട്ടത്തേങ്ങകൾ ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു കൊട്ടത്തേങ്ങ എടുത്തിട്ട് വള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് മക്കൾക്ക് ഫസ്റ്റ് തന്നെ ഏച്ചി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി 3 പേരും എവിടെ നിന്നൊക്കെയോ അത് സംഘടിപ്പിച്ച് വന്നിട്ട് അവർ വള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് ആ ഒരു കളിയായിരുന്നു ഒരുപാട് നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സൂര്യൻ പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ്. പക്ഷേ സൂര്യനെ കടലിൽ താഴ്ത്തിയിട്ട് മാത്രമേ ഞങ്ങൾ വീട്ടിൽ പോകുമെന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോയി. ഏച്ചിയെയും മക്കളെയൊക്കെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഫ്രഷായി. ഞങ്ങൾ 4 പേരും മാത്രമായിട്ട് ഒരു നൈറ്റ് റൈഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പയ്യന്നൂർ ടൗണിൽ ലോലിനോ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ പോയി. അവിടുന്ന് നമ്മൾക്ക് ഐസ്ക്രീമും ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നു. ഞങ്ങൾ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞു ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വിശേഷങ്ങളായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.